നമസ്കാരം. വാർത്താ നേരത്തിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. തൃപ്രയാറിൽ പാഴ്സൽ ലോറി ഇടിച്ച് സ്കൂട്ടർ യാത്രക്കാരി മരണപ്പെട്ടു. തൃശൂർ തൃപ്രയാർ റൂട്ടിൽ പള്ളിപ്പുറം മുതൽ ആലപ്പാട് വരെയുള്ള റോഡിന് ഇരുവശവും തഴച്ചു വളർന്ന പൊന്തക്കാട് ഗതാഗതത്തിനും കാൽനട യാത്രക്കാർക്കും അപകട ഭീഷണിയാകും. മണ്ണുത്തി വടക്കാഞ്ചേരി ദേശീയപാത ചെമ്പൂത്തറയിൽ ടയർ പഞ്ചറായതിനെ തുടർന്ന് നിർത്തിയിട്ട മിനി ലോറിക്ക് പുറകിൽ ഓട്ടോറിക്ഷ ഇടിച്ചു കയറി ഓട്ടോറിക്ഷ ഡ്രൈവർക്ക് ദാരുണാന്ത്യം. ഹൃദയപൂർവ്വം നേത്രദാനത്തിന് സമ്മതപത്രം നൽകി സത്യനന്ദിക്കാട്. വാർത്തകൾ വിശദമായി. തൃപ്രയാറിൽ പാഴ്സൽ ലോറി ഇടിച്ച് സ്കൂട്ടർ യാത്രക്കാരി മരണപ്പെട്ടു. മുരിയാന്തോട് കറുപ്പംവീട്ടിൽ നിസാറിന്റെ ഭാര്യ 47 വയസ്സുള്ള കമർ നിസയാണ് മരിച്ചത്. തൃപ്പയാർ കിഴക്കേ ടിപ്പു സുൽത്താൻ റോഡിൽ സബ് രജിസ്ട്രാർ ഓഫീസിന് മുൻപിലാണ് തിങ്കളാഴ്ച 4 മണിയോടുകൂടി അപകടമുണ്ടായത്. തൃശൂർ തൃപ്രയാർ റൂട്ടിൽ പള്ളിപ്പുറം മുതൽ ആലപ്പാട് വരെയുള്ള റോഡിന് ഇരുവശവും തഴച്ചു വളർന്ന പൊന്തക്കാട് ഗതാഗതത്തിനും കാൽനട യാത്രക്കാർക്കും അപകട ഭീഷണിയാകുന്നു. പള്ളിപ്പുറം മുതൽ ആലപ്പാട് വരെ പാടശേഖരണത്തിനും മധ്യേ 2 കിലോമീറ്റർ റോഡാണ്. ഇരുവശവും പൊന്തക്കാട് വളർന്നത് മൂലം അപകട ഭീഷണി ഉയർന്നത്. കഴിഞ്ഞ ദിവസം ഈ റോഡിൽ മറ്റൊരു വാഹനത്തെ മറികടക്കുന്നതിനിടെ ഉണ്ടായ ബൈക്ക് യാത്രികനായ യുവാവിന് ജീവഹാനി സംഭവിച്ചിരുന്നു. ഈ റോഡിൽ അപകടങ്ങളും ജീവഹാനിയും പതിവാകുകയാണ്. മെക്കാഡം ടാറിംഗ് നടത്തിയ റോഡിൽ ഇരുവശവും പുല്ലും പാഴ്ചെടികളും വളർന്ന് റോഡിന്റെ വീതി ഇല്ലാതായിരിക്കുകയാണ് പല അപകടങ്ങൾക്കും കാരണമായിരിക്കുന്നത്. ഇരുവശത്തെയും പുല്ലും പാഴ്ചെടികളും വൃത്തിവെട്ടിയാക്കുകയാണെങ്കിൽ റോഡിന്റെ ഓരോ വശത്തും 1 മീറ്ററെങ്കിലും വീതി കൂടുതലായി ലഭിക്കും. പൊന്തക്കാട്ടിലേക്ക് പ്ലാസ്റ്റിക് കവറുകളിലാക്കി ഇവിടെ മാലിന്യം തള്ളുന്നതും ഇവിടെ പതിവാണ്. റോഡരികിൽ നടക്കാനുള്ള സ്ഥലം മുഴുവൻ പൊന്തക്കാട് നിറഞ്ഞത് മൂലം കാൽനട യാത്രക്കാരും അപകട ഭീഷണി നേരിടുകയാണ്. മണ്ണുത്തി വടക്കാഞ്ചേരി ദേശീയപാത ചെമ്പൂത്തറയിൽ ടയർ പഞ്ചറായതിനെ തുടർന്ന് നിർത്തിയിട്ട മിനി ലോറിക്ക് പുറകിൽ ഓട്ടോറിക്ഷ ഇടിച്ചു കയറി ഓട്ടോറിക്ഷ ഡ്രൈവർക്ക് ദാരുണാന്ത്യം. തയ്യൂർ സ്വദേശി കൊള്ളന്നൂർ തറയിൽ വീട്ടിൽ ടോണിയാണ് മരിച്ചത്. ഇന്ന് പുലർച്ചെ 3:30 സംഭവം. പട്ടിക്കാട് ഭാഗത്തു നിന്ന് തൃശൂർ ഭാഗത്തേക്ക് വരികയായിരുന്ന ഓട്ടോറിക്ഷ പഞ്ചറായ ടയർ മാറ്റുന്നതിനിടയിൽ നിർത്തിയിട്ടിരുന്ന മിനി ലോറിക്ക് പുറകിൽ ഇടിക്കുകയായിരുന്നു. ഇടിയുടെ ആഘാതത്തിൽ ഓട്ടോറിക്ഷ ലോറിയുടെ അടിയിൽ അകപ്പെട്ടു. VG പോലീസ് ഓട്ടോറിക്ഷ ലോറിക്കടിയിൽ നിന്ന് പുറത്തെടുത്തുവെങ്കിലും ഡ്രൈവർ ഓട്ടോറിക്ഷയിൽ കുടുങ്ങിയ നിലയിലായിരുന്നു. തുടർന്ന് ഫയർഫോഴ്സ് എത്തി വാഹനം വെട്ടിപ്പൊളിച്ചാണ് ഡ്രൈവറെ പുറത്തെടുത്തത്. അപ്പോഴേക്കും ഇയാൾ മരണപ്പെട്ടിരുന്നു. 1 മണിക്കൂറോളം ഡ്രൈവർ വാഹനത്തിൽ കുടുങ്ങിക്കിടന്നു. വീഴ്ചയിൽ പത്രക്കെട്ടിറക്കി ടോണി തൃശൂരിലേക്ക് തിരിച്ചു പോകുമ്പോഴായിരുന്നു അപകടം സംഭവിച്ചത്. ഹൃദയപൂർവ്വം നേത്രദാനത്തിന് സമ്മതപത്രം നൽകി സത്യനന്ദിക്കാട്. അവയവദാനം ഏറ്റവും അനിവാര്യവും മഹത്തരവുമായ കാര്യമാണെന്ന് സത്യനന്ദിക്കാട് പറഞ്ഞു. സൊസൈറ്റി ഓഫ് സെന്റ് വിൻസെന്റ് ഡി പോൾ വാടാനപ്പള്ളിയുടെ നേതൃത്വത്തിൽ ദേശീയ നേത്രദാന പക്ഷാചരണത്തിന്റെ ഭാഗമായി നേത്രദാനം ചെയ്ത കുടുംബങ്ങളെ ആദരിക്കുന്ന ചടങ്ങ് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. തന്റെ പുതിയ സിനിമയും അവയവദാനവുമായി ബന്ധപ്പെട്ടതാണ്. അവയവദാനം സംബന്ധിച്ച് ഒരു ഇംഗ്ലീഷ് പത്രത്തിൽ വന്ന ഫോട്ടോ മകൻ അഖിൽ സത്യന്റെ ശ്രദ്ധയിൽപ്പെടുത്തുകയും ഇതിന്റെ പിറകിലെ സംഭവം കഥയാക്കുകയായിരുന്നുവെന്നും സത്യൻ അന്തിക്കാട് പറഞ്ഞു. കണ്ണുകൾ ദാനം ചെയ്യുന്ന സൽക്കർമ്മത്തിൽ താനും ഭാഗമാവുകയാണെന്നും ഇതിനുള്ള സമ്മതപത്രം ഭാരവാഹികൾക്ക് കൈമാറുകയും ചെയ്താണ് സത്യൻ അന്തിക്കാട് മടങ്ങിയത്. ചടങ്ങിൽ വികാരി റവറന്റ് ഫാദർ അഡ്വക്കേറ്റ് ഏബിൾ ചിറമൽ അധ്യക്ഷത വഹിച്ചു. അങ്കമാലി LF ആശുപത്രി അസിസ്റ്റന്റ് ഡയറക്ടർ റവറന്റ് ഫാദർ പോൾസൺ തോമസ് മുഖ്യാതിഥിയായി. ജില്ലാ മെഡിക്കൽ ഓഫീസിലെ ടെക്നിക്കൽ അസിസ്റ്റന്റ് K ഗോപകുമാർ മുഖ്യ പ്രഭാഷണം നടത്തി. പ്രസിഡന്റ് MT ഫ്രാൻസിസ്, കൺവീനർ അഡ്വക്കേറ്റ് PF ജോയ്, ML സെബാസ്റ്റ്യൻ എന്നിവർ സംസാരിച്ചു. അഴീക്കോട് മുനമ്പം പാലം നിർമ്മാണത്തിന്റെ അവസാന തടസ്സവും നീങ്ങുന്നു. അഴീക്കോട് മുനമ്പം പാലത്തിന്റെ നിർമ്മാണം പുരോഗമിക്കുന്നതിനിടയിൽ മറുകരയായ മുനമ്പത്തിന് നിയമ തടസ്സങ്ങൾ
പാലമെന്ന സ്വപ്നത്തിന് വിലമുതിരിയായി നിൽക്കുകയായിരുന്നു. സ്വകാര്യ വ്യക്തിയും റവന്യൂ വകുപ്പും തമ്മിൽ ഹൈക്കോടതിയിൽ നിലനിന്നിരുന്ന കേസിൽ സർക്കാരിന് അനുകൂലമായ വിധി ഉണ്ടായതോടെ പാലം പണിയിൽ ഉണ്ടായിരുന്ന തടസ്സങ്ങൾ ഒഴിയുകയാണ്. പുതിയ സാഹചര്യത്തിൽ പാലം നിർമ്മാണം കൂടുതൽ വേഗത്തിലാകുമെന്ന് ഇ ടി ടൈസൺ MLA പറഞ്ഞു. നിലവിൽ അഴീക്കോട് ഭാഗത്തെ നിർമ്മാണ പ്രവർത്തനങ്ങൾ 90% പൂർത്തീകരിക്കുകയും പുഴയിൽ ഫൗണ്ടേഷൻ പ്രവൃത്തികൾ പൂർത്തീകരിച്ച് മറ്റു നിർമ്മാണ പ്രവർത്തനങ്ങൾ വേഗത്തിൽ തുടരുകയുമാണ്. മണ്ണുത്തി എടപ്പള്ളി ദേശീയപാതയിലെ ഗതാഗതക്കുരുക്ക് വിഷയത്തിൽ കളക്ടർ ഹാജരാകണമെന്ന് ഹൈക്കോടതി. തൃശൂർ ജില്ലാ കളക്ടർ ഓൺലൈനായി ഹാജരാകണമെന്നാണ് ഹൈക്കോടതി ആവശ്യപ്പെട്ടത്. സെപ്റ്റംബർ 9 വരെയാണ് പാലിയേക്കരയിൽ ടോൾ പിരിവ് നിർത്തിവെച്ച് ഹൈക്കോടതി ഉത്തരവിട്ടത്. ഇനി ടോൾ പിരിവ് ആരംഭിക്കുമ്പോൾ പുതിയ ടോൾ പിരിവാണ് ഈടാക്കുക. വടക്കാഞ്ചേരി നഗരസഭയിലെ ജനവാസ മേഖലയിൽ കാട്ടാനക്കൂട്ടമിറങ്ങി. തുടർച്ചയായ 2ാം തവണയാണ് കാട്ടാനക്കൂട്ടമിറങ്ങുന്നത്. ഇന്ന് പുലർച്ചെ 15 ഡിവിഷനിൽ പേപ്പലക്കൂട് ഭാഗത്താണ് കാട്ടാനക്കൂട്ടമിറങ്ങിയത്. റബ്ബർ ടാപ്പിങ്ങിനിറങ്ങിയ തൊഴിലാളികൾ ആന പേടി കാരണം ജോലി ചെയ്യാതെ തിരിച്ചുപോയി. കഴിഞ്ഞ ദിവസം 17ാം ഡിവിഷനിൽ മങ്കര ലക്ഷം വീട് ഉന്നതിക്ക് സമീപം കാട്ടാനക്കൂട്ടമെത്തിയിരുന്നു. കൃഷി ചെയ്യാനാവാതെ അവസ്ഥയാണെന്ന് കർഷകർ പറയുന്നു. അതേസമയം റാപ്പിഡ് റെസ്പോൺസ് ടീമിന്റെ പ്രവർത്തനം കാര്യക്ഷമമല്ലെന്ന് പ്രദേശവാസികൾ പറയുന്നു. തുടർച്ചയായി കാടിറങ്ങുന്ന കാട്ടാന ശല്യം കാരണം നാട്ടുകാരും കർഷകരും ദുരിതത്തിലാണ്. പുലിഭീതി ഒഴിയാതെ പാലപ്പിള്ളി മേഖല. കഴിഞ്ഞ ദിവസവും പുലിയിറങ്ങി പശുക്കുട്ടിയെ കൊന്നിരുന്നു. വനമേഖലയോട് ചേർന്നുള്ള ജനവാസ മേഖലകളിൽ പുലി ആക്രമണം ഉണ്ടാകുന്നത് മൂലം പ്രദേശവാസികൾ ഭീതിയിലാണ്. മേഖലയിൽ കൂട് സ്ഥാപിച്ച് പുലിയെ പിടികൂടണമെന്ന ആവശ്യത്തോട് വനം വകുപ്പ് മുഖം തിരിക്കുകയാണെന്നും ആക്ഷേപമുണ്ട്. KSU പ്രവർത്തകരുടെ വീടുകളിൽ കയറി അർദ്ധരാത്രിയിൽ പോലീസ് ഭീഷണി മുഴക്കുന്നതിനെതിരെ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വടക്കാഞ്ചേരി പോലീസ് സ്റ്റേഷനിലേക്ക് നടത്തിയ മാർച്ചിൽ സംഘർഷം. പ്രവർത്തകർക്ക് നേരെ പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചു. ജില്ലാ പ്രസിഡന്റ് ഗോകുൽ ഗുരുവായൂർ ഉൾപ്പെടെയുള്ള പ്രവർത്തകർക്ക് പരിക്കേറ്റു. റോഡിൽ കുത്തിയിരുന്ന പ്രവർത്തകരെ പോലീസ് ബലം പ്രയോഗിച്ച് അറസ്റ്റ് ചെയ്ത് നീക്കി. തുടർന്ന് നടന്ന പ്രതിഷേധ യോഗം DCC ജനറൽ സെക്രട്ടറി K അജിത് കുമാർ ഉദ്ഘാടനം ചെയ്തു. ശ്രീനാരായണ സൗഹൃദ സമാജം ഓണം നബിദിനം സൗഹൃദ സംഗമം നടത്തി. കയ്പമംഗലം ശ്രീനാരായണ സൗഹൃദ സമാജത്തിന്റെ നേതൃത്വത്തിൽ ഈ വർഷത്തെ ഓണം നബിദിന സൗഹൃദ സംഗമം കാളമുറിയിലെ നോബിൾ പാലസിൽ വെച്ച് ആഘോഷപൂർവ്വം കൊണ്ടാടി. ശ്രീനാരായണ ഗുരു ദർശനങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് പ്രവർത്തിക്കുന്ന ഈ സമാജത്തിന്റെ ഓണം നബിദിന സംഗമത്തിൽ സമൂഹത്തിന്റെ വിവിധ മേഖലകളിലുള്ള വ്യക്തിത്വങ്ങൾ പങ്കെടുത്തു. സമാജം പ്രസിഡന്റ് KK സുരേന്ദ്രൻ മാസ്റ്റർ ഭദ്രദീപം തെളിയിച്ച് യോഗത്തിന്റെ അധ്യക്ഷത വഹിച്ചു. ബിന്ദു മനോജ് ദൈവദശകം പ്രാർത്ഥന ആലാപിച്ചു. സൗഹൃദ സമാജത്തിന്റെ സെക്രട്ടറി PV സുജീവ് മാസ്റ്റർ സ്വാഗതം ആശംസിച്ചു. പൊതുപ്രവർത്തകനും സാമൂഹ്യ ജീവകാരുണ്യ പ്രവർത്തകനുമായ ഉണ്ണികൃഷ്ണൻ തൈപ്പറമ്പത്ത് മുഖ്യപ്രഭാഷണം നടത്തി. സമൂഹത്തിൽ നടമാടുന്ന മൂല്യച്യുതിയെക്കുറിച്ച് തന്റെ സ്വന്തം അനുഭവങ്ങളിലൂടെ അദ്ദേഹം ചൂണ്ടിക്കാണിച്ചു. മാനവ സേവനമാണ് യഥാർത്ഥ മാധവ സേവയെന്നും ആലംബരുടെ അഗതികൾക്കും വേണ്ടിയുള്ള സേവനമാണ് യഥാർത്ഥ ദൈവാരാധന എന്നും അദ്ദേഹം പറഞ്ഞു. കാളമുറി മുസ്ലിം പള്ളി ഖത്തീബ് ജലീൽ മൗലവി, മുഹമ്മദ് ചാമക്കാല, CG പോൾസൺ, റാസിഖ് വഞ്ചിപ്പുര, ഉസ്മാൻ കാളമുറി, BS ശക്തിധരൻ, പ്രീതി, പ്രേമചന്ദ്രൻ. ഞങ്ങൾ നോമ്പുതറകളൊക്കെ ഒരുപാട് നടത്താറുണ്ട്. ഞാനും ആരീസൊക്കെ കൂടി. ശരിക്കും പറഞ്ഞാല് കേരളത്തില് വിവേകാനന്ദ സേവാ കേന്ദ്രത്തിന്റെ പേരിൽ മുരിയത്തോട് KBSN ബിൽഡിങ്ങിൽ വെച്ച് ആ ഒരു സംഘടനയുടെ പേരിൽ ഞാൻ പറഞ്ഞതല്ല, അന്നത്തെ ഹൈക്കോടതി ജഡ്ജി പിന്നീട് ആക്ടിംഗ് ചീഫ് ജസ്റ്റിസ് ആയിട്ട് റിട്ടയർ ചെയ്ത CK അബ്ദുൾ റഹീം സാറാണ് ആ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തത്. അന്ന് അദ്ദേഹം മുരിയാന്തോട് വന്നിട്ട് പറഞ്ഞു, ഞാൻ ഒരുപാട് നോമ്പുകൾക്ക് സാക്ഷ്യം വഹിച്ചിട്ടുണ്ട്, പങ്കെടുത്തിട്ടുണ്ട്, സംഘടിപ്പിച്ചിട്ടുണ്ട്. പക്ഷേ വിവേകാനന്ദ സ്വാമികളുടെ പേരിലുള്ള ഒരു സംഘടനയുടെ നോമ്പ് തുറക്കി ആദ്യമായിട്ടാണ് ഞാൻ വരുന്നത്. നബിദിനത്തോടനുബന്ധിച്ച് ചാമക്കാല സെന്റർ ദാറുൽ അമാൻ മദ്രസ പൂർവ്വ വിദ്യാർത്ഥി കൂട്ടായ്മയുടെ ആഭിമുഖ്യത്തിൽ മെഗാ ദഫ് മുട്ട് സംഘടിപ്പിച്ചു. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. തൃപ്രയാറിൽ പാഴ്സൽ ലോറി ഇടിച്ച് സ്കൂട്ടർ യാത്രക്കാരി മരണപ്പെട്ടു.
തൃശൂർ തൃപ്രയാർ റൂട്ടിൽ പള്ളിപ്പുറം മുതൽ ആലപ്പാട് വരെയുള്ള റോഡിന് ഇരുവശവും തഴച്ചു വളർന്ന പൊന്തക്കാട് ഗതാഗതത്തിനും കാൽനട യാത്രക്കാർക്കും അപകട ഭീഷണിയാണ്. മണ്ണുത്തി വടക്കാഞ്ചേരി ദേശീയപാത ചെമ്പൂത്തറയിൽ ടയർ പഞ്ചറായതിനെ തുടർന്ന് നിർത്തിയിട്ട മിനി ലോറിക്ക് പുറകിൽ ഓട്ടോറിക്ഷ ഇടിച്ചു കയറി ഓട്ടോറിക്ഷ ഡ്രൈവർക്ക് ദാരുണാന്ത്യം. ഹൃദയപൂർവ്വം നേത്രദാനത്തിന് സമ്മതപത്രം നൽകി സത്യനന്ദിക്കാർ. ഇതോടെ വാർത്താ നേരം പൂർണ്ണമാകുന്നു. നന്ദി, നമസ്കാരം.